ഇനി ഇതില് ഇന്നലെ പറഞ്ഞ അടുത്ത കാര്യം, ഉണ്ണിമോഹൻ അദ്ദേഹത്തിന് ഡേറ്റ് കൊടുത്തു പടം ചെയ്യാനായിട്ട്. നല്ല കാര്യം, അദ്ദേഹം പടം ചെയ്യണം. അതിന് വേണു കുന്നപ്പള്ളി ഫണ്ട് ചെയ്യാന്ന് പറയുന്നു. തീർച്ചയായിട്ടും ചെയ്യണം. ഞാൻ പറഞ്ഞത് നല്ല കോമ്പിനേഷൻ ആണ്. ഉണ്ണിമോഹൻ, വേണു കുന്നപ്പള്ളി, മുരളി കുന്നപ്പള്ളി, ഇതുപോലൊരു കോമ്പിനേഷൻ മലയാള സിനിമയിൽ കിട്ടില്ല. സീരിയസ്ലി ഞാൻ പറയാം, അത് ചെയ്യണം എന്ന് ഞാൻ പറയുന്നത്. ഇത് മോശമായി പറയുന്നില്ല, ചിരിക്കാൻ പറയുന്നില്ല. സീരിയസ്ലി നല്ല, അത്ര ഫിനാൻഷ്യലി കേപ്പബിൾ ആയിട്ടുള്ള പ്രൊഡ്യൂസർ, സിനിമ വല്ല സ്വപ്നം കാണുന്ന മറ്റൊരു പ്രൊഡ്യൂസർ, സിനിമയെ അത്രത്തോളം പാഷനായിട്ട്, കാരണം സംവിധാനം ഉണ്ടെങ്കിലും ഇത് സംവിധാനം ചെയ്യുന്ന ഒരു നായകൻ, ഇതിന് നല്ലൊരു കോമ്പിനേഷൻ കിട്ടാനില്ല. ആ സിനിമ എനിക്ക് തോന്നുന്നു 2 ദിവസം 100 കോടി പോസ്റ്റ് വരും, എനിക്ക് ഉറപ്പുള്ള കാര്യം. ഉണ്ണിമൂന്നൻ എന്നോടല്ല പ്രശ്നം, വിഷ്ണുവിന്റെ പ്രശ്നമാണ് തന്നെ. എന്നോടല്ല. ഞാനൊരു ഒരാഴ്ച മുന്നേ പോലും വിഷ്ണുവിനെ കണ്ടിട്ടുണ്ട്, ഉണ്ണിനെ കണ്ടിട്ടുണ്ട്. ഞാൻ കുറച്ചു മുന്നേ പറഞ്ഞില്ലേ, സൗഹൃദങ്ങള് ആരൊക്കെയാണ് എന്തൊക്കെയാണ് തിരിച്ചറിയാൻ പറ്റിയ ദിവസങ്ങളായിരുന്നു ഇത്. ഞാൻ ഒരിക്കലും സ്വപ്നത്തിൽ പോലും കരുതിയിട്ടില്ല ഇങ്ങനെയൊക്കെ സംഭവിക്കും. അതായത് ഓക്കെ, ഇപ്പൊ നമ്മൾ കാണാറുണ്ട്, ഒരാൾ വയ്യാതിരിക്കുന്ന, അല്ലെങ്കിൽ സാമ്പത്തിക സഹായം വേണമെങ്കിൽ അതിൽ ഒരു കൂട്ടം വീഡിയോ കൊണ്ടുപോയിട്ട് ഞാൻ സഹായിക്കുന്നു എന്ന് പറഞ്ഞ് വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയയിലിട്ട് അറ്റൻഷൻ കിട്ടുന്നത് നമ്മൾ കാണുന്നുണ്ട്. എനിക്ക് അത്രയും ചീപ്പായിട്ട് ഇതിന് തോന്നിയത്. കാരണം ഒരാളെ വിളിച്ച് സഹായിക്കാൻ, ഓക്കെ നമ്മൾ സഹായിക്കുന്ന ചേട്ടാന്ന് പറഞ്ഞാൽ അത് പറഞ്ഞവിടെ വിടണം. ഇന്ന് ഉണ്ണി ഇട്ടേക്കുന്ന ഒരു വാട്സപ്പ് സ്റ്റാറ്റസ് ഞാൻ കണ്ടു, സത്യം ഒരു ദിവസം പുറത്തു വരുമെന്ന്. അത് അത് ഇന്നലെ തൊട്ട് കാണുന്ന PR ബസ്സില് ഉണ്ണിമൂന്നന്റെ പോസ്റ്റുകളാണ്, ഉണ്ണിമൂന്നനെ പൊക്കി പറഞ്ഞുകൊണ്ടുള്ള ഉണ്ണിമൂന്നന്റെ പോസ്റ്റുകളാണ്. അവിടെയൊക്കെ ആലോചിച്ച് വെക്കണം, ഒരു ചെറുപ്പക്കാരന്റെ ജീവിതമാണ് പോകുന്നത്. വിഷ്ണുവിന്റെ സംവിധാനം അറിയില്ല, ഉണ്ണിമൂന്നനാണ് ചെയ്തത് എന്ന് പറഞ്ഞിട്ട് PR വർക്കുകളൊക്കെയാണ്. നിങ്ങൾക്ക് അല്ല, ഞാൻ ചോദിക്കുന്നത്, നിങ്ങളുടെ കയ്യിൽ സോഷ്യൽ മീഡിയ ഉണ്ടല്ലോ, അതിൽ കയറിയാൽ ഈ സാധനം, അതായത് എനിക്ക് അവരോട് പറയാനുള്ളത്, ആരാണെങ്കിലും പറയാനുള്ളത്, നിങ്ങൾ കാശ് വാങ്ങിക്കുകയാണെങ്കിൽ പണിയെടുക്കുക. ഒരേ കണ്ടന്റ് കോപ്പി പേസ്റ്റ് ചെയ്തിടല്ലോ, ഭയങ്കര മോശമാണ്. നിങ്ങൾ കാശ് വാങ്ങിക്കുന്നതോട് കാണിക്കുന്ന മോശമായ കാര്യം അത്. ഒരേ കണ്ടന്റ് കോപ്പി പേസ്റ്റ് ചെയ്ത് പല സ്ഥലങ്ങളില്ല. ഇനി വേറൊരു കാര്യം, ഈ വ്യക്തിയല്ല, ഇത് അക്കൗണ്ട് പേര് ഫേക്കാണ്, പക്ഷെ ഹാരിസ് ഖാൻ എന്ന് പറയുന്ന 22K ഫോളോവേഴ്സ് ഉള്ള ഒരാള്. ഇദ്ദേഹത്തിന്റെ പരിപാടി എന്ന് പറയുന്നത് പേഴ്സണൽ അറ്റാക്ക്. അതായത് എന്റെ ഇൻസ്റ്റ, ഫേസ്ബുക്ക് തുടങ്ങിയ സ്ഥലങ്ങളിൽ വന്ന് ഒരേ സാധനം വളരെ മോശമായിട്ട് ബാക്ക് ടു ബാക്ക് ഇടുന്ന ഒരാൾ. ഇതാരാന്ന് എനിക്കറിയില്ല, ഞാൻ സൈബർ പോലീസ് കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇതിൽ ഇരിക്കുന്ന പലർക്കും അറിയാം ഇത് ആരായിരിക്കും എന്നുള്ളത്. ഞാൻ മുഖ്യധാര മാധ്യമങ്ങളല്ല പറയുന്നത്, ഓൺലൈൻ മാധ്യമങ്ങൾ കൃത്യമായി അറിയായിരിക്കും ഇത് ആരായിരിക്കും എന്നുള്ളത്. അല്ല ചേട്ടാ, ഇത് ഞാൻ പറഞ്ഞ എനിക്കാണ് ഇങ്ങനെ അറിയത്തുള്ളൂ. ഇത് കാര്യം എന്താ വെച്ചാൽ ഉറപ്പായിട്ട് ഇയാളെ അറിയായിരിക്കും. ഇതിന്റെ ഓൺലൈൻ മാധ്യമങ്ങൾ ആർക്കായിരിക്കും ഇയാളെ അറിയാതെ? കാരണം അത് പറയാൻ കാരണം അല്ലല്ല, ഞാൻ നിങ്ങളോട് പറഞ്ഞത് PR എടുക്കുന്നവർ അല്ലല്ലോ. ഒരു മിനിറ്റ് ചേട്ടാ, ഇവിടെ ഒറ്റ മിനിറ്റ് ഇവിടെ ഈ സിനിമയുടെ പ്രൊമോഷൻ കൊടുക്കുമ്പോൾ ഞാൻ അടക്കം കൊടുക്കുന്നതാണല്ലോ. കൊടുക്കുന്ന സമയത്ത് നമ്മുടെ സിനിമയെ പറ്റിയുള്ള പോസ്റ്റേഴ്സ് വരുന്ന എല്ലാം ജെനുവിൻ അക്കൗണ്ടിലാണോ? ഇത് ഇവര് കുറെ അക്കൗണ്ട്സ് ഉണ്ടല്ലോ. ഞാൻ ഓൺലൈൻ മീഡിയ എന്ന് പറയുന്ന ഇരിക്കുന്ന എല്ലാവരെയും കുറ്റപ്പെടുത്തി പറയുകയല്ല. ഞാൻ ഒരിക്കലും നിങ്ങളുള്ളതുകൊണ്ടാണ് സിനിമ, നിങ്ങൾ ഏറ്റവും വലിയ, ഞാൻ പറയുന്നത് സുമതിയുള്ള വിജയിച്ചതിൽ ഏറ്റവും വലിയ കാരണം നിങ്ങളാണ്. നിങ്ങൾ എത്ര ദിവസം എന്നോട് വന്ന് എനിക്കറിയാം. ഞാൻ പറയുന്നത്, നമ്മൾ ഒരു ടീമിൽ PR വർക്ക് കൊടുക്കുമ്പോൾ ഇവിടുത്തെ PR ടീംസ് ആരൊക്കെയാന്ന് എല്ലാവർക്കും അറിയാലോ. മെയിൻ PROs അവർക്കറിയാം. അവര് കൊടുക്കുന്ന കുറെ ആളുകൾക്ക് ഇത് സബ് കോൺട്രാക്ട് കൊടുക്കും. അവരീ കണ്ട ചാത്തൻ അണ്ടൻ അടകോടൻ പോസ്റ്റുകളിൽ വരുന്ന എല്ലാ പേജുകളും ഈ സാധനം വരും. അങ്ങനെ വരുന്ന ഇതിൽ സിനിമ പ്രൊമോഷൻ ചെയ്യുന്ന ഒരു പേജാണിത്. ഇതൊരു വ്യക്തിയല്ലാതെ എനിക്ക് അന്ന് ഇതൊരു സിനിമ പ്രൊമോഷൻ ചെയ്യുന്ന പേജാണ്. അയാൾ ബാക്ക് ടു ബാക്ക് പോസ്റ്റുകൾ ഇടുകയാണ്, കാർഡുകൾ ഉണ്ടാക്കി ഇടുകയാണ്. അടുത്തോളം എംപ്ലോയീസ് അങ്ങനെ എന്തോ പറഞ്ഞിട്ട് ഒരു അതായത് B4 പ്ലീസ് നോ, ഇങ്ങനെയുള്ള ഇവിടെ ഉണ്ടോ? ഇവിടെ വന്നിട്ടുണ്ടാവാൻ വഴിയില്ല. കാരണം എന്താ വെച്ചാൽ അദ്ദേഹം ഇന്നിട്ടേക്കുന്ന ഒരു പോസ്റ്റാണ്. അതായത് ഞാൻ ഇതിനെതിരെ പ്രതികരിച്ചു എന്ന്. നിങ്ങൾ എനിക്ക് ഇത്രയും വീഡിയോ ഉണ്ട്, എത്ര പേര് എന്നെ വിളിച്ചോണ്ട് കഴിഞ്ഞ 2 ദിവസങ്ങളിൽ ഞാൻ പ്രതികരിച്ചിട്ടുണ്ടോ? ഞാൻ പ്രതികരിച്ചു എന്ന് പറഞ്ഞിട്ട് ഞാൻ പറയാത്തൊരു വാർത്തയാണ് അദ്ദേഹം കൊടുത്തിരിക്കുന്നത്. ഇതാരാന്ന് എനിക്കറിയില്ല സീരിയസ്ലി. മറ്റൊരു മാധ്യമത്തിൽ ഞാൻ കണ്ടു, അഭിലാഷ് പിള്ളയുടെ പ്രതികരണം വന്നു, ഇതിൽ അസോസിയേഷൻ ഇടപെടും, അസോസിയേഷൻ വഴി ഞങ്ങൾ തീർക്കുന്നത്. ഞാനത് പറഞ്ഞിട്ടില്ല. നിങ്ങൾ ആരെങ്കിലും എവിടെയെങ്കിലും കണ്ടു? ഞാൻ കഴിഞ്ഞ 2 ദിവസമായിട്ട് സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റോ സ്റ്റോറി, ഇന്ന് രാവിലെയാണ് വാട്സാപ്പിൽ ഞാനൊരു സ്റ്റോറി ഇടുന്നത്,
ട്രൂത്ത് വിൽ അല്ല വി വിൽ സ്പീക്ക് 1 o'clock എന്ന് പറയുന്ന ഒരു സാധനം ഞാൻ വിട്ടത്. ആരോട് ചോദിച്ചിട്ടാണ് ഈ കണ്ടന്റ് എടുത്ത് കൊടുക്കുന്നത് മനസ്സിലാവുന്നില്ല. പിന്നെ PR പറ്റി പറഞ്ഞ PR പറ്റി ഇവിടെ അറിയാലോ, നിങ്ങൾക്ക് തന്നെ അറിയാം, ഈ നിൽക്കുന്നവർക്ക് തന്നെ അറിയാം നെഗറ്റീവും പോസിറ്റീവും PR ആരാന്നുള്ളത്. ഞാൻ പറയുന്നത് ഇത് ചെയ്തു, കുറച്ച് എത്തിക്സ് കാണിക്കുകയാണ്. ഞങ്ങൾക്ക് കുടുംബമുണ്ട്. ഇപ്പോൾ നിങ്ങളുമായി ഒരു നിർമ്മാതാവിന് ഒരു ഇഷ്യൂ ഉണ്ടായി. ഇപ്പോൾ ആ നിർമ്മാതാവിന് ഡേറ്റ് കൊടുക്കുകയാണ് ഈ നടൻ. നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം എന്താണ്? അല്ല, അതാണ് പറഞ്ഞത്. ഇത് തുടക്കം മുതൽ ആ സിനിമ ഇറങ്ങുന്ന സമയം മുതൽ ഉണ്ണി പല സ്ഥലത്തും പ്രത്യക്ഷത്തിലും അല്ലാതെയും പറയുന്ന ഒരു കാര്യമുണ്ട്, അത് ഉണ്ണിയാണ് ഡയറക്റ്റ് എന്നുള്ളത്. ഇത്രയും നാൾ ഞങ്ങളത് പബ്ലിക് ഫോറത്തിൽ പറയുന്നത് വെച്ചാൽ ഇതങ്ങ് കഴിയട്ടെ എന്ന് കഴിഞ്ഞു. കാരണം സുമതിയോട് ഞാൻ ചെയ്യാനുള്ള മെയിൻ കാരണം ഞാൻ തുറന്നു പറയാം, ഇപ്പൊ വിഷ്ണുവിന് സംവിധാനം അറിയില്ലെങ്കിൽ എന്തിനാണ് ഞാൻ മാളികപ്പുറം പോലെ വിജയം കഴിഞ്ഞിട്ട് വീണ്ടും വിഷ്ണുവിനോട് പേര് പടം ചെയ്തത്? എനിക്കിവിടെ വേറെ എത്രയോ ഡയറക്ടേഴ്സ് എന്നോട് കഥ ചോദിക്കാറുണ്ട്, എത്രയോ പ്രൊഡ്യൂസേഴ്സ് ചോദിക്കാറുണ്ട്. എനിക്ക് അവരെ വിശ്വാസമുള്ളതുകൊണ്ടും അവന് ഈ പണി അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ നിൽക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഓക്കെ, മാളികപ്പുറം ഉണ്ണി മൂന്നും ഡയറക്ട് ചെയ്തത്. അപ്പൊ സുമതിയോട് ആരാണ് ഡയറക്ട് ചെയ്തത്? അർജുൻ അശോകനോ? അല്ല, അർജുനോട് ചോദിക്കാമല്ലോ, ഈ പടം സുമതിയോട് ഡയറക്ട് ചെയ്ത ഡയറക്ടർ അല്ലേ, അർജുനോട് ചോദിച്ചാൽ പറയും ഇവര് പണി അറിയാവുന്നുള്ളത്. അല്ലെങ്കിൽ മാളികപ്പുറത്തിൽ അഭിനയിച്ച സൈജു ചേട്ടൻ അടക്കം ജീവിച്ചിരിപ്പുണ്ട്, സൈജു ചേട്ടന് ചോദിച്ചാൽ പോലെ ആരാണ് ഡയറക്ട് ചെയ്യുന്നത്. അല്ലെങ്കിൽ വേണ്ട, ഈ സിനിമയുടെ മേക്കിംഗ് വീഡിയോ യൂട്യൂബിലുണ്ട്, നിങ്ങൾക്ക് ഇപ്പൊ നോക്കിയാൽ കാണാൻ പറ്റുമല്ലോ. എത്രയോ ദിവസം മേക്കിംഗ് വീഡിയോസ് കൊളാബ് ചെയ്തിട്ടേക്കുന്നത്, അതിലൊക്കെ നോക്ക് ആരാണ് ഡയറക്ടർ നോക്ക്. ഒരു സീൻ എടുക്കുമ്പോൾ വന്ന് അഭിപ്രായം പറയുന്ന ആള് ഡയറക്ടർ വാങ്ങി. മലയാള സിനിമയിലെ എല്ലാ സംവിധാനവും ഡയറക്ടർ, എല്ലാ നടന്മാരും ഡയറക്ടേഴ്സാണ്. എല്ലാവരും അഭിപ്രായം പറയും. ഞാൻ പോയി അഭിപ്രായം പറയാറുണ്ട്, അസോസിയേറ്റ് പറയണം, അപ്പൊ ഞങ്ങളാണോ ഡയറക്ടേഴ്സ്? ഇത് ഞാൻ പറയുന്നത് ഈ മാളികപ്പുറത്തിന് മാത്രമല്ല, ഞാൻ ചോദിക്കുന്നത് ഉണ്ണി പോയി സഹായം കൊടുക്കുന്നില്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എന്തിനാണ് അദ്ദേഹത്തിന്റെ തന്നെ പടങ്ങൾ ഇവിടെ ചെയ്തിട്ട് കാശ് മേടിക്കുന്ന പ്രൊഡ്യൂസേഴ്സ് ഇല്ലേ, എന്താ അവരെ സഹായിക്കാതെ? പിന്നെ നിങ്ങൾ പറയുന്ന പോലെ കഴിഞ്ഞ ദിവസമാണ് ഉണ്ണി ആ സഹായം കൊടുത്തതെന്നാണോ നിങ്ങൾ വിചാരം? ഇനി ഇന്നലെ ഒരു പോസ്റ്റ് വന്നു വേണുകുന്നപ്പള്ളി പോസ്റ്റ്, ഉറപ്പായിട്ടും ഇനി ഞാൻ പറയുന്നത് ഈ പറയാൻ പോകുന്ന കേട്ടുള്ളൂ. കഴിഞ്ഞ ഡിസംബർ, അതായത് 2025 ഡിസംബറിൽ നിങ്ങൾ ഈ പറയുന്ന ഇന്നലെ പൊട്ടി മുളച്ച ഈ രക്ഷകന്മാരിൽ ഒരാൾ, ഈ പറയുന്ന പ്രൊഡ്യൂസർ, എന്നെയും വിഷ്ണുവിനെയും അദ്ദേഹത്തിന്റെ ഫ്ലാറ്റിലേക്ക് വിളിച്ചു വരുത്തുകയും മുരളിച്ചേട്ടനെയും വിളിച്ചു വരുത്തുകയും ഞങ്ങളെ 3 പേരെ എഴുതി ഇദ്ദേഹം ഗോഡ് ഫാദർ കളിച്ചു. ഇദ്ദേഹം ചോദിക്കുന്നത് അത് അയാളുടെ കാശ് മൊത്തം പോയെന്ന് പറയുന്നത് എന്ത് ചെയ്യും? ഞാൻ മേടിച്ചപ്പോൾ എന്തേ പറയുന്നത്? കണക്ക് തരട്ടെ, കാശോടെ പറയുന്നത് ഇത്രയും പൈസ വന്നിട്ടുണ്ട്, പുള്ളി എന്ത് പൈസ ഇറക്കിയെന്ന് ആദ്യം പറയട്ടെ. പുള്ളി പറയുന്ന ഈ കണക്കിൽ തിങ് സ്റ്റുഡിയോസ് എന്ന കാശും ഗോകുലം എന്ന കാശും ഒക്കെ പുള്ളിയുടെ അക്കൗണ്ടിൽ പോയപ്പോൾ അത് പുള്ളിയുടെ പൈസ എന്ന രീതിയിലാണ് പുള്ളി പറയുന്നത്. അപ്പോൾ അദ്ദേഹം എന്തോ പറയുമ്പോൾ ഞാൻ അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യണിച്ചാൽ എന്തായാലും മാളികപ്പുറത്ത് നല്ല പൈസ കിട്ടിയില്ലേ, അതിന് കുറച്ചെടുത്ത് ഇദ്ദേഹത്തെ സഹായിക്കും എന്ന് പറയുമ്പോൾ ഡിസംബർ മുതൽ ഈ വീഡിയോ വരുന്ന ഈ സമയം വരെ അദ്ദേഹത്തിന് ആലോചിക്കേണ്ടി വന്നു മുരളി കുന്നപ്പുറത്തിനെ സഹായിക്കാനായിട്ട്. ഞാൻ കുറച്ചു മുന്നേ പറഞ്ഞാണ്, ഇപ്പം എന്ത് പറയുന്ന അറ്റൻഷൻ കിട്ടും. ഈ അറ്റൻഷൻ സീക്കേഴ്സ് ഉണ്ട്, അതിന്റെ പരിപാടിയാണ് ഇത്. ഇപ്പൊ എന്ത് സോഷ്യൽ മീഡിയ ഇട്ടാലും അറ്റൻഷൻ കിട്ടാം, ഒരാളെ സഹായിച്ചു, നമ്മൾ നന്മപരമായി, ഈ പരിപാടിയാണ്. ഇതിനപ്പുറത്തേക്ക് ഒന്നുമില്ല, ചീപ്പ് പബ്ലിസിറ്റി. ഉണ്ണിമുന്തൻ ഡയറക്ട്ലി ഇതുവരെ എങ്ങും വന്ന് പറഞ്ഞായിട്ട് ഞാൻ പറഞ്ഞത് ഉണ്ണിമുന്തൻ അദ്ദേഹത്തിന് സഹായം കൊടുത്തു എന്ന് പറഞ്ഞതിന്റെ ബാക്ക് സ്റ്റോറിയാണ് ഞാൻ പറഞ്ഞത്, എന്തിന് സഹായം കൊടുത്തു എന്നുള്ളത്. മാസങ്ങൾക്ക് മുന്നേ ഇതേ മുരളിച്ചേട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു, പിന്നെ മാളികപ്പുറം 2 നമുക്ക് ചെയ്താലോ, വേണുചേട്ടനോട് സംസാരിച്ചിട്ട് നമുക്ക് ഈ പടം ചെയ്യാന്ന് പറയുമ്പോൾ ഞാൻ ചേട്ടൻ ചെയ്യുന്നില്ല, കാരണം അത് സംവിധാനം ചെയ്യാൻ വിഷ്ണുവിനെ സമ്മതിക്കില്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ ഒരിക്കലും നമ്മൾ ഈ പടം ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് വിട്ടതാണ്. ഇത് തുറന്നു പറയുന്നത് എന്താ വെച്ചാൽ, ഇനിയും ഞങ്ങളിത് മിണ്ടായിരുന്നാൽ ഞങ്ങൾ എന്തിനാണ് ഞങ്ങൾ ഈ അനുഭവിക്കുന്നത്? ഒരു സിനിമ എഴുതി, ഓക്കെ, ഒരു സിനിമ നഷ്ടം വന്നു, എഴുത്തുകാരനും സംവിധായകനുമാണോ ഇതിന്റെ ഉത്തരവാദി? ഞങ്ങൾ മാത്രമായ ഉത്തരവാദി? അങ്ങനെയാണെങ്കിൽ ഇതൊരു ഗാംബ്ലിംഗ് അല്ലേ? ഈ സിനിമ എന്ന് പറയുന്നത് ശരിക്കും ഞാൻ ചെയ്യൂടെ, വലിയ സക്സസ് ആയി കാശ് കിട്ടിയ പടമുണ്ട്, കാശ് പോയ പടമുണ്ട്. ഈ കാശ് പോയ പടങ്ങളെല്ലാം ഇങ്ങനെ തലയിൽ ചെറിയ കാശ് കിട്ടിയ സിനിമകളെല്ലാം അതൊക്കെ പ്രൊഡ്യൂസറിന് സ്വന്തമല്ലേ? അല്ല, ഉണ്ണിമൂന്തന് വിഷ്ണുവായിട്ട് എന്തോ പ്രശ്നം ഉള്ളത് പറഞ്ഞില്ലായിരുന്നു? അല്ല, ഉണ്ണിമൂന്തനും വിഷ്ണു തമ്മിലുള്ള പ്രശ്നം വിഷ്ണുവിന്റെ അത് വിഷ്ണുവിനെ പറയും. പ്രശ്നത്തിന് മുമ്പ് എനിക്ക് മാളികപ്പുറം എൻ്റെ ഒരു തുടക്ക ചിത്രമായിരുന്നു. എനിക്ക് വളരെയധികം എന്താ പറയുക, സപ്പോർട്ടും ഇമോഷണലായിട്ടും എല്ലാമായിട്ടും എന്നെ സപ്പോർട്ട് ചെയ്തൊരു വ്യക്തിയാണ് ഉണ്ണിമുന്തൻ. ഞാൻ അതില്ല എന്ന് ഞാൻ എങ്ങും പറയുന്നില്ല, കാരണം ഒരു തുടക്കക്കാരൻ എന്ന രീതിയിൽ എനിക്ക് പല രീതിയിലും ഒരു ക്രിട്ടിക്കൽ കോൾ എടുക്കാനായിട്ടുള്ള സമയത്തൊക്കെ എന്നെ ഒരുപാട് സഹായിച്ചൊരു വ്യക്തിയാണ് ഉണ്ണിമുന്തൻ. പക്ഷെ ഉണ്ണിമുന്തൻ മാത്രമല്ല, ആ പടത്തിൽ വർക്ക് ചെയ്ത ക്യാമറമാൻ ആയിട്ടുള്ള വിഷ്ണു നമ്പൂതിരി ആണെങ്കിലും ഇപ്പോൾ റൈറ്റിംഗ് സ്കെയിലായിട്ടുള്ള ചില സീൻസൊക്കെ നമുക്ക്
2 ദിവസം ചാർട്ട് ചെയ്ത് 1 ദിവസം കൊണ്ട് തീർക്കാനൊക്കെ ആയിട്ട് വരുമ്പോഴത്തേക്കും അഭിലാഷേട്ടൻ അതിനൊരു കോമഡിയായിട്ടൊക്കെ വരുന്നു. അപ്പോൾ ഹെൽത്തി ആയിട്ടുള്ള പല ഒപ്പീനിയൻസും ഞാൻ എൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്. ഉണ്ണി അതിൽ കുറച്ചുകൂടി എന്നെ, കാരണം അതിൽ നിന്നൊക്കെ നല്ല സൗഹൃദത്തിലായിരുന്നു നമ്മളന്ന് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. എൻ്റെ മാത്രമല്ല, തുടക്കക്കാരായുള്ള എല്ലാ സിനിമാക്കാരെയും ഈ പറഞ്ഞ രീതിയിൽ അവരുടെ ചീഫായിട്ടുള്ള ആൾക്കാരെല്ലാം സപ്പോർട്ട് ചെയ്യാറുണ്ട്. ഞാൻ മുന്നേറുള്ള പ്രശ്നം എന്ന് വെച്ചാൽ 1-2 അഭിപ്രായ വ്യത്യാസത്തിൽ ഞാൻ അത് വേണ്ട എന്ന് തീർത്തും പറഞ്ഞു. അതിൻ്റെ ഒരു ഈഗോയിലാണ് ഇത് മൊത്തം ട്രിഗർ അയക്കുന്നത്. എനിക്കത് ഞാനതൊരു എന്താ പറയുക, ഒരു ഇത് ഫയൽ ചെയ്യുന്നുണ്ട്. അതിൽ ഞാൻ അത് കൊടുത്തതിന് ശേഷം ഞാൻ വീണ്ടും നിങ്ങൾ അതിനായിട്ട് സംസാരിക്കാൻ പറ്റുന്നതായിരിക്കും. പക്ഷെ ഈ പറഞ്ഞ പോലെ അത് അവന് ഭയങ്കരമായിട്ട് അവരോട്ട് പ്രതീക്ഷിച്ചില്ല ഞാനങ്ങനെ കട്ട് ആൻഡ് റൈറ്റ് ആയിട്ട് നോ പറയുകയും ഇതൊക്കെ ചെയ്യുമെന്നുള്ളത്. അതിൻ്റെയൊക്കെ ഒരു ദിവസം പിണങ്ങി സെറ്റിൽ നിന്നൊക്കെ ഇറങ്ങിപ്പോയി അങ്ങനത്തെ ഉള്ളൊരു ഇതൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു സെറ്റിൻ്റെ സമയത്ത്, ഷൂട്ടിൻ്റെ സമയത്ത്. എന്നിട്ടും നമ്മൾ സിനിമ വൃത്തിയായിട്ട് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞു. എന്നിട്ട് ഈ പിണക്കൊക്കെ മാറ്റി വീണ്ടും പ്രൊമോഷന് കട്ടയ്ക്ക് കൂടെ നിന്നു. കാരണം മുന്നിയുടെ ഒരു പ്രൊമോഷൻ കൊണ്ട് കൂടിയാണ് ഇപ്പൊ ഈ പറയുന്ന പല ഫിഗേഴ്സും എത്തിപ്പെടാൻ സാധിച്ചത്. അതുപോലെ അദ്ദേഹത്തിന് ഇന്നത്തെ ഒരു സ്റ്റാർട്ടപ്പിൽ എത്താനായിട്ടുള്ള വൺ ഓഫ് ദ മെയിൻ റീസൺ മാളികപ്പുറമാണെന്ന് എന്നും കുറച്ച് വിശ്വസിക്കുന്ന ഒരു സംവിധാനമാണ്. അപ്പോൾ പിന്നീടുണ്ടായിരുന്ന ഈ പറഞ്ഞ അഭിപ്രായ വ്യത്യാസം വീണ്ടും അവന്റെ മനസ്സിൽ ഇപ്പോഴും കിടക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ വളരെ എന്താ പറയാ, ഇതെല്ലാം സംസാരിച്ച് തീർന്നല്ലേ എന്നുള്ളൊരു ഇതിലായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ അത് അവന്റെ മനസ്സിൽ ഇപ്പോഴും മാറിയിട്ടില്ല എന്നുള്ളത് ചേട്ടൻ പറഞ്ഞ് അറിയുന്നത്. ഇപ്പോ ഞാനത് എന്താ പറയുക, ഈ പറയുമ്പോഴാണ് ഞാനിതെല്ലാം അറിയുന്നത്. ഇനിയിപ്പോ നേരിട്ട് ഞാൻ ഇതിനോട് പോയി ചോദിച്ചിട്ടില്ല. എന്നോട് പറയുന്നത് മുരളിച്ചേട്ടനാണ്, ഇവൻ നിന്റെ പടം ചെയ്യാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞത് എന്നോട് മുരളിച്ചേട്ടനാണ്. അതായത് ഷൂട്ടിംഗ് തുടങ്ങുന്നതിന് മുമ്പ് പുള്ളി പറഞ്ഞത് ഷൂട്ടിങ്ങിന്റെ പകുതി ആയപ്പോഴാണ് ഇങ്ങനെ കറങ്ങിയെന്നുള്ള സാധനമാണ് പുള്ളി വന്ന് പറയുന്നത്. പക്ഷെ ഇത് ഷൂട്ടിന് മുമ്പേ മുരളിച്ചേട്ടൻ ഈ കാര്യം എന്നോടൊന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കാണിക്കുന്ന ഈ ഒരു ഇമോഷണൽ സപ്പോർട്ടും കാര്യങ്ങളും എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്നുള്ളത് ഏതൊരു കൊച്ചിനും മനസ്സിലാക്കാവുന്നല്ലേ ഉള്ളൂ. അത് അത് പേര് ആവർത്തിച്ചു പറഞ്ഞു. നിങ്ങൾ കരുതുന്നുണ്ടോ? എനിക്ക് ഉറപ്പിച്ചെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഇതില് അദ്ദേഹത്തിന്റെ ഒരു പങ്കുണ്ട് എന്നുള്ളത് സംശയത്തിൽ തന്നെ നിൽക്കുന്നുണ്ട്. അല്ല, അതിന്റെ ക്ലാരിറ്റി ഞാൻ തരാം. നിങ്ങൾക്ക് ഉറപ്പല്ല വേണ്ടത്. മുരളിക്കുന്നമ്പുറത്തിന്റെ ആദ്യത്തെ ഇന്റർവ്യൂ ഇന്നലെ എടുക്കാൻ പോയ ഏറ്റവും മുഖ്യധാര മീഡിയ ഇവിടെ ഉണ്ട്. ആ മീഡിയക്ക് കൃത്യമായിട്ട് അറിയാൻ ഉത്തരം. ഇന്നലെ ആര് പറഞ്ഞിട്ടാണ് ആ വീഡിയോ ഇന്റർവ്യൂ എടുക്കാൻ പോയെന്നുള്ളതും ആര് പറഞ്ഞിട്ടാണ് അതിന്റെ ഹെഡിങ്, ആ കൊടുത്ത ഹെഡിങ് ആണല്ലോ ഈ പ്രശ്നങ്ങൾ ഇന്ന് മുഴുവൻ സോഷ്യൽ മീഡിയയിൽ വന്നിരിക്കുന്നത്. ആ ഹെഡിങ് ആര് കൊടുത്തതാണ്? ഇവിടുത്തെ ഏറ്റവും മുഖ്യധാര മീഡിയ ഇവിടെ ഉണ്ട്. നിങ്ങൾക്കറിയാം. ഇത് 2 ദിവസങ്ങളിൽ പുറത്തു വരും, പേടിക്കണ്ട. ഒരു കാര്യം ഇവിടെ, പിന്നെ കുറച്ച് മുന്നേ വെച്ച് വിഷ്ണുവിനോട് കാര്യമുണ്ടെന്ന്, ഉണ്ണിയായിട്ടുള്ള ഒരു ഇഷ്യൂ കുറച്ച് മുന്നേ ഇവിടെ നടന്നത് എല്ലാവർക്കും അറിയാം. ഉണ്ണിയും മറ്റേ അദ്ദേഹത്തിന്റെ മാനേജർ തമ്മിലുള്ള പ്രശ്നം. അന്ന് ഉണ്ണിയെ സപ്പോർട്ട് ചെയ്ത ആളാണ് ഞാൻ. ഇന്നലെ വരെയും ഞാനത് നിന്ന ആളാണ്. മനസ്സിൽ ഒരിക്കലും ഉണ്ണിക്ക് ഒരു പ്രശ്നം ഉണ്ടാകുന്ന ആഗ്രഹിച്ചിരുന്ന ആള് ഉണ്ണിയെ കാണുന്നുണ്ട്. പക്ഷേ അതിന് മുന്നേ ഉണ്ണിയുടെ പല ഓഡിയോ ക്ലിപ്സ് ഞാൻ കേട്ടിട്ടുണ്ട്. അദ്ദേഹം ഈ പറഞ്ഞ കുറച്ച് മുന്നേ പറഞ്ഞ ഉണ്ണി ഇവരോട് ദേഷ്യമുണ്ടോ എന്ന് ചോദിച്ചതിന് തെളിവായിട്ടുള്ള ഓഡിയോ ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ ഇന്നലെ ഇത് കൃത്യമായ PR ആണെന്ന് അറിഞ്ഞ മൊമെന്റ് മുതൽ മനസ്സിൽ നിന്നൊരു സുഹൃത്തിനെ എടുത്ത് കളഞ്ഞത്, സീരിയസ് എടുത്ത് കളഞ്ഞത്. കാരണം അങ്ങനെ ഒരു ചതി ഞാൻ പ്രതീക്ഷിച്ചില്ലായിരുന്നു. ഇത് ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ഇത് കൃത്യമായ PR-ന്റെ വർക്കാണ്. കൃത്യമായ ഓർഗനൈസേഷന്റെ പുറത്താണ് കഴിഞ്ഞ 2 വർഷം നടന്ന അറ്റാക്ക്. സോഷ്യൽ മീഡിയയിൽ നിന്ന് മാറിപ്പോയ ഒരു വീഡിയോനെ തിരിച്ചു കൊണ്ടുവന്ന് ഇത്രയും വലിയ ന്യൂസാക്കി ഇന്ന് കേരളം മുഴുവൻ ചർച്ച ചെയ്യുന്ന, അല്ലെങ്കിൽ ഞങ്ങളെ സംശയത്തിന്റെ നിലയിലേക്ക് നിർത്തുന്ന ഒരു വിഷയത്തിലേക്ക് കൊണ്ടുവന്നതിന് പിന്നിലെ കൃത്യമായ മാസ്റ്റർ പ്ലാൻ പുറത്തു വരും. ഉറപ്പുള്ള കാര്യമാണ്. ആരായാലും പുറത്തു വരും. ഞാൻ ചോദിക്കുന്നത്, ഉണ്ണിമൂന്ന് എന്നുള്ളൊരു സ്റ്റാറിലുള്ള ആളെ വെച്ച് പടം ചെയ്ത ആളല്ലേ? ഞാൻ ഉണ്ണിയായിട്ട് പടം ചെയ്യാൻ ഇപ്പോഴും ഞാൻ കഴിഞ്ഞ ഒരാഴ്ച മുന്നേ ഉണ്ണിയെ കണ്ടത് പടം ചെയ്യാൻ തീരുമാനിച്ച ആളാണ്. ഉണ്ണിക്ക് 1.5 വർഷം ഡേറ്റ് ഇല്ലാന്ന് പറഞ്ഞു, അങ്ങനെ കുറെ കാര്യങ്ങൾ പറഞ്ഞു. അത് കാരണമാണ് നമ്മൾ മാറിയത്. പക്ഷെ ഞാൻ ചോദിക്കുന്നത്, ഇന്നലെ മുതൽ നടക്കുന്ന ഈ PR-ൽ ഉണ്ണിമൂന്നിനാണ് സംവിധാനം ചെയ്തെന്നുള്ള രീതിയിലുള്ള PR അദ്ദേഹത്തിന്റെ എത്രയോ ഗ്രൂപ്പുകളിൽ, അദ്ദേഹം അറിയാവുന്ന അദ്ദേഹത്തിന്റെ ഗ്രൂപ്പുകളിൽ വന്നിട്ട് പോലും ഇന്ന് ഈ മൊമെന്റിൽ അദ്ദേഹം പ്രതികരിച്ചിട്ടുമില്ല. ഓൾറെഡി FK അസോസിയേഷനിൽ റൈറ്റേഴ്സ് യൂണിയൻ ഞാൻ പരാതി കൊടുത്തിട്ടുണ്ട്.
വിഷ്ണു കൊടുത്തിട്ടുണ്ട്, വിജീഷ് കൊടുത്തിട്ടുണ്ട്. അതല്ലാതെ ഇതിന്റെ നിയമ നടപടികളിലേക്കുള്ള കാര്യങ്ങളും ഞങ്ങൾ അദ്ദേഹത്തിന്റെ വീഡിയോക്കെതിരെയും അദ്ദേഹം പബ്ലിക് പ്ലേസിലേക്ക് ഞങ്ങളെ പേരെടുത്ത് പറഞ്ഞാണ് പറ്റിക്കപ്പെട്ടു അല്ല നമ്മൾ ചതിച്ചു എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പൊ കൃത്യമായിട്ട് അതിന്റെ റീസൺ വേണം. എവിടെയാണ് ചതി പറ്റിയത്, എങ്ങനെയാണ് ചതി പറ്റിയിട്ടുള്ളത്, എവിടെയാണ് പൈസ പോയിട്ടുള്ളത്, കൃത്യമായിട്ട് അതിന്റെ കണക്കുകൾ കാണിക്കണം. ഈ ചതിക്കപ്പെട്ടു, പിന്നെ പറ്റിക്കപ്പെട്ടു അല്ലെങ്കിൽ ചതിക്കപ്പെട്ടു എന്ന് ഞങ്ങളെ പേരെടുത്ത് പറയുമ്പോൾ എന്തിനാണ് വീണ്ടും ഞങ്ങളുടെ കൂടെ പണം ചെയ്യാമെന്ന് പറഞ്ഞ് ഇദ്ദേഹം വീണ്ടും വരുന്നു? ഞങ്ങൾ ഈ 2023 അയാളുടെ പടം ചെയ്ത് അയാളെ ഞങ്ങൾ പറ്റിച്ചു, അയാളുടെ സാമ്പത്തിക നഷ്ടമുണ്ടായി എന്ന് പറയുന്ന വ്യക്തി വീണ്ടും ഞങ്ങൾക്ക് അയാളുടെ സോഷ്യൽ മീഡിയ പേജിലെ കൂടി തന്നെ നമ്മളുടെ വരുന്ന പടങ്ങൾക്ക് മൈ ഡിയർ എന്നൊക്കെ പറഞ്ഞിട്ട് പോസ്റ്റ് ഇടുന്നു, വീട്ടിൽ വരുന്നു, ക്ഷണിക്കുന്നു, അടുത്ത പടത്തിന് പൂജയ്ക്ക് ക്ഷണിക്കുന്നു, പടത്തിന്റെ ട്രെയിലർ കാണുന്നു, കണ്ടിട്ട് പറഞ്ഞ് അടുത്ത പടം ചെയ്യണമെന്ന് പറയുന്നു. ഇതൊക്കെ പറയുന്നു. പിന്നെ ഒരു സുപ്രഭാതത്തിൽ പറഞ്ഞു ഞങ്ങൾ എല്ലാവരും കൂടി പറ്റിക്കപ്പെട്ടു, അല്ലെങ്കിൽ ഞങ്ങൾ ചതിച്ചു, കളവ് പറഞ്ഞു, കൂടെ